Good afternoon. PDF കാണാമോ? ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ, ഇത്രയും പേര് തന്നെ നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നാവോ? ഓക്കെ, നമ്മളിനി എടുക്കാനുള്ളത് ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ തുടങ്ങിയല്ലേ? ഡിസാസ്റ്റർ പ്ലാൻ ഒക്കെ എടുത്തല്ലേ? ഇത്രയും പോയിന്റ്സ് എടുത്തല്ലേ? നെക്സ്റ്റ് വരുന്നത് ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. The organization should include all key personnel and clearly spell out lines of authority and accountability of each such person. A senior member from amongst the medical staff should be nominated as chief of disaster operations. Okay. So, in disaster organization, നമ്മൾ തയ്യാറാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെ നമ്മൾ ആ ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പ്രൊസീജിയേഴ്സ് നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിസാസ്റ്റർ ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമായിരിക്കുള്ളൂ, അതായത് എല്ലാ പ്രധാന വ്യക്തികളായിരിക്കുള്ളൂ ഡിസാസ്റ്റർ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ ആയിരിക്കുള്ളൂ, ഒരു സീനിയർ മെഡിക്കൽ സ്റ്റാഫ് ആയിരിക്കുള്ളൂ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഡിസാസ്റ്റർ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് സീനിയർ മെമ്പേഴ്സിനെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതായത് മുതിർന്ന സ്റ്റാഫിനെ ആയിരിക്കും നമ്മൾ ഈ ഡിസാസ്റ്റർ ഓർഗനൈസേഷന്റെ മെയിൻ ചീഫ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, he should have an assigned deputy or alternative in case of absence of the chief. ഇനി നമ്മൾ എന്താണ് ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഡെപ്യൂട്ടി സ്റ്റാഫിനെ കൂടെ, അതായത് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത സമയത്ത് ഒരു ഡെപ്യൂട്ടി സ്റ്റാഫ് എന്തുണ്ടായിരിക്കണം? ചീഫ് ഇല്ലാത്ത സമയത്ത് അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെപ്യൂട്ടി സ്റ്റാഫിനെ കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഡിസാസ്റ്റർ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും. ഓക്കെ, ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു പ്രോസസ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നതാണ്. അപ്പൊ അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇതിന്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഹോസ്പിറ്റലിലെ ഏറ്റവും മുതിർന്ന ഒരു മെഡിക്കൽ സ്റ്റാഫ് ആയിരിക്കുള്ളൂ ഇതിന്റെ മെയിൻ ചീഫ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ആബ്സെൻസിലാണ് നമ്മൾ ആരെ നിയമിക്കുന്നത്? ഒരു അസൈൻഡ് ആയിട്ടുള്ള ഒരു ഡെപ്യൂട്ടി ചീഫിനെ നമ്മൾ അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ നിയമിക്കുന്നത്. ഓക്കെ,
മനസ്സിലായോ അവിടെ വരെ പറഞ്ഞത്? Okay. The plan must be put into writing, spelling out duties and responsibilities of everyone involved. A copy of the plan should be available in each department and known to all the key personnel in that department. അപ്പൊ നമ്മള് ഈ ഓർഗനൈസേഷനിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പ്ലാൻ പ്രകാരം പ്ലാനിൽ എന്തൊക്കെയൊക്കെ ഉണ്ടായിരിക്കുന്നത്? ഓരോ പേഴ്സൺസും ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെ, ഓരോ ഇൻഡിവിജ്വൽസും കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ എല്ലാ കോപ്പീസും നമ്മൾ ഓരോ അവൈലബിൾ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ സ്റ്റാഫുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് പ്രകാരമുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക, ഈ ഓർഗനൈസേഷൻ പ്ലാനിൽ ഉണ്ടായിരിക്കുക. എന്റെ ആവശ്യാനുസരണം ഓരോ കീ പേഴ്സണൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് അത് കൊടുക്കും. ഓക്കെ, assignment of responsibility should be fixed within each department. The plan may have to be activated even on a holiday. Therefore, a specific responsibility has to be given to be definite persons to act on a backup. Okay. ഇനി എന്താ ഇവിടെ പറയുന്നത്? അസൈൻമെന്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് അവരുടേതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇൻ കേസ് ഇതൊരു ഹോളിഡേ ടൈമിലാണെങ്കിൽ കൂടി, അതായത് എന്താണ് ഹോളിഡേ മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വർക്കിംഗ് ഡേയ്സ് അല്ലാതെ, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഒരു പ്രാവശ്യം ഡിസാസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു, ഇൻ കേസ് ആ പ്ലാൻ നിർത്തിവെച്ചാൽ പോലും എന്താണ്, ഇൻ കേസ് നമുക്ക് ഹോളിഡേ സമയത്ത് അല്ലെങ്കിൽ മറ്റൊഴിവുകളുള്ള സമയത്ത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിലും എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ബാക്കപ്പ് ടീമിൽ ഉണ്ടായിരിക്കും. അതായത് ഒരു പ്രാവശ്യം നമ്മളിത് ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ആവശ്യാനുസരണം ഇത് കൈകാര്യം ചെയ്യേണ്ട പേഴ്സൺസ് ബാക്കപ്പ് ടീം എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബാക്കപ്പ് ടീമിന് ഹോളിഡേസ് പോലുള്ള സന്ദർഭങ്ങളിൽ എന്താണ്, അത് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഒരു ടീം വില്ലിംഗ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഓൾറെഡി ഒരു പ്രാവശ്യം നടന്ന ഡിസാസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് നമ്മളത് ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇൻ കേസ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സും അവരുടേതായ രീതിയിൽ ആ ഒരു ടീം ആ ഒരു സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, ഹോളിഡേ ടൈം ആണെങ്കിൽ കൂടിയും കേട്ടോ. ഓക്കെ, അതിനു വേണ്ടി മാത്രമായിട്ട് ബാക്കപ്പ് ടീമിൽ കുറച്ച് പേഴ്സൺസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് ഓൾറെഡി ഒരുപാട് സ്റ്റാഫുകൾ എത്ര ഡ്യൂട്ടീസ് ചെയ്തതിനു ശേഷം ചിലപ്പോൾ അത്രയും സ്റ്റാഫുകൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവരുടെ അഭാവത്തിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ബാക്കപ്പ് ടീംസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ കഴിഞ്ഞതിന് ശേഷം മറ്റ് ഒരു ഹോളിഡേ ടൈമിൽ ഇത്തരം ഇവന്റ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നാൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് എന്താണ്, എക്സ്ട്രാ സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനാണ് ആ ബാക്കപ്പ് ടീം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ അത്? Then responsible person of the following services will have to be appointed in the plan. അപ്പൊ നമ്മൾ ഈ ഓർഗനൈസേഷൻ ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെ പേഴ്സണൽസിനാണ് അതിൽ അപ്പോയിന്റ് ചെയ്യുന്നത്, ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതുണ്ട് നമ്മൾ. അപ്പൊ ഏതൊക്കെ ഉദ്യോഗസ്ഥരെയാണ് ഈ ഒരു ഡിസാസ്റ്റർ ഓർഗനൈസേഷനെ നമ്മൾ നിയമിക്കുന്നത്? ആരൊക്കെയാണ്? റെക്കോർഡ്സുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥര്, അതേപോലെ തന്നെ എന്താണ് എഞ്ചിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകൾ, സപ്ലൈസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാഫുകൾ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നവര്, സെക്യൂരിറ്റി സപ്പോർട്ടിംഗ് സർവീസസുകൾ, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസുകൾ. ഓക്കെ, ഇവരെയൊക്കെ തന്നെ എന്താണ് പ്രത്യേകിച്ച് ഡിസാസ്റ്റർ ഓർഗനൈസേഷന്റെ ആ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട പ്രധാന മേഖലയിലെ സ്റ്റാഫുകളാണ് ഈ ഒരു പ്രത്യേകിച്ച് മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട്, കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട്, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് വരെയുള്ള എല്ലാ സ്റ്റാഫുകളും ആ ഒരു സമയത്ത് അപ്പോയിന്റഡ് ആയിട്ടുണ്ടായിരിക്കും. ഈ പ്ലാൻ പ്രകാരം ഇവരെ ഇതിലെല്ലാം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഏരിയാസിൽ നമ്മൾ എന്താണ്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ മറ്റ് പരിസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതായത് എന്തിനു വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിനകത്തെ എല്ലാ സ്പേസസും നമുക്ക് ചിലപ്പോൾ അറേഞ്ച് ചെയ്യാൻ പറ്റിയെന്നല്ല. ഹോസ്പിറ്റലിനകത്ത്
അതിന് പ്രകാരം എന്താണ് പുറത്തുള്ള പ്രദേശങ്ങളും കൂടി നമ്മൾ ആ ഒരു സമയത്ത് അറേഞ്ച് ചെയ്യാൻ. അതായത് ഓവർഫ്ലോസ് വരുന്ന സമയത്ത് എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് വരും. അപ്പൊ ഹോസ്പിറ്റലിനകത്ത് തന്നെ നമുക്ക് എന്താണ് എല്ലാ ഏരിയയിലും നമ്മൾ ഓൾറെഡി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഹോസ്പിറ്റലിനുള്ളിൽ ഒരുപാട് സ്പേസസ് നമുക്ക് പേഷ്യൻസ് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ എന്താണ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പുറത്തായിട്ട് അതായത് ഹോസ്പിറ്റലിലെ മറ്റ് പരിസരങ്ങൾ ചുറ്റുപാടും എന്താണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏരിയാസുകൾ തയ്യാറാക്കും. ഓക്കെ, അത് ഏതൊക്കെ ഏരിയാസ് ആണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഒന്ന് റിസീവിംഗ് ആൻഡ് സോർട്ടിംഗ് ട്രയേജ് ഏരിയ. ഓൾറെഡി ട്രയേജ് ഏരിയ ഉണ്ടെങ്കിൽ പോലും എന്താണ് ഇത്രയും പേഷ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ പുറത്തായിട്ട് തന്നെ എന്താണ് റിസീവിംഗ് ഏരിയാസ് അല്ലെങ്കിൽ സോർട്ടിംഗ് ട്രയേജ് പ്രയോറിറ്റി ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ പേഷ്യന്റിനെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള പ്രത്യേക സ്പേസസ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത്തരം സ്ഥലങ്ങൾ നീക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻസിന് വേണ്ടിയിട്ട് പ്രത്യേക പ്ലേസസുകള്, ഹോൾഡിംഗ് വാർഡ്സുകള്, വരുന്ന പേഷ്യൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള ഹോൾഡിംഗ് വാർഡ്സിന് വേണ്ടി എക്സ്ട്രാ സ്പേസസ് വേണം. അതേപോലെ തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് ഏരിയാസിന് ഉള്ള സ്പേസസുകള്, ഫാർമസി ഓർ മെഡിക്കൽ സ്റ്റോഴ്സിന് വേണ്ടിയുള്ള സ്പേസ്, ടെമ്പററി മോർഗ് ഫോർ ഡെഡ് ബോഡി സ്റ്റോറേജ്. ടെമ്പററി മോർഗ് എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള മോർച്ചറികൾ. നമ്മളിതിപ്പോ പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനകത്തുള്ള സ്പേസസ് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇത്രയും പേഷ്യൻസ് വരുമ്പോൾ പുറത്ത് അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹോസ്പിറ്റലിലെ പ്രിമൈസസ് ആ ചുറ്റുപാടിൽ തന്നെ ആ പരിസരത്ത് തന്നെ നമ്മൾ മാറ്റി വെക്കേണ്ട കുറച്ച് സ്പേസസിന് വേണ്ടിയുള്ള ഏരിയാസ് ആണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഓക്കെ, ടെമ്പററി മോർഗ് എന്ന് പറഞ്ഞാൽ മൃതദേഹങ്ങൾ താൽക്കാലികമായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള കുറച്ച് പ്രദേശങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ഡീകണ്ടാമിനേഷൻ ഏരിയ. ഇതിനു വേണ്ടിയിട്ടാണ് മാലിന്യ നിർമ്മാർജ്ജനങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡീകണ്ടാമിനേഷൻ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ് സ്പെസിഫിക് ഏരിയാസ് ആണ്. അതായത് ആവശ്യാനുസരണം പേഷ്യൻസിന്റെ നമ്പർ ഓഫ് എണ്ണം കൂടിക്കഴിഞ്ഞാൽ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് നമുക്ക് അവർക്ക് വേണ്ടി പുറത്ത് വരുന്ന പേഷ്യൻസിന് എന്താണ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള പ്രത്യേക സ്പേസസുകൾ ഏതൊക്കെയെന്നാണ് കേട്ടോ ഇത് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ, ഇവിടെ ഒരു പോയിന്റും കൂടി ഉണ്ട്. കാരണം ഇപ്പൊ ഹോസ്പിറ്റലിൽ ചിലപ്പോ നമ്മൾ പറയുന്നില്ലേ സെമിനാർ ഹാൾസുകൾ പോലുള്ള ഹാളുകൾ ഉണ്ട് അല്ലെ. അതായത് മറ്റ് പർപ്പസിന് വേണ്ടി ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മീറ്റിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന അത്തരം ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരം ഏരിയാസിൽ ഏതെങ്കിലും ഒരു ഭാഗം അതിലേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാണ്. ഹോസ്പിറ്റലിന് പുറത്ത് മാത്രമായിട്ടല്ല അകത്ത് തന്നെ മറ്റെന്തെങ്കിലും സ്പേസുകൾ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് എന്താണ് ഇത്തരം ഏരിയാസിന് വേണ്ടിയിട്ട് ആ സ്പേസും കൂടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. A designated area will need to be provided for the headquarters of the disaster organization and its control room. This could preferably be done in a suitable place in the existing administrative block by vacating a few rooms or a temporary shelter may be erected at suitable nearby places. Okay, headquarters എന്ന് പറയുന്നത് എന്താണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ഡിസാസ്റ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസാസ്റ്ററിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ്സ് എന്ന് പറയുന്ന പോലെ ഇൻസിഡന്റ് കമാൻഡർ ആണ് ഈ ഒരു മേഖല പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേപോലെ പ്രാധാന്യമുള്ള മറ്റൊരു സ്പേസ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് എന്താണ് അനുയോജ്യമായിട്ട് ഈ ഡിസാസ്റ്റർ മാനേജ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അനുയോജ്യമായിട്ടുള്ള ഒരു മേഖലയാണ് എന്ത് ഹെഡ്ക്വാർട്ടേഴ്സ്. അതായത് ഇതിന്റെ ഹെഡ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ഏരിയാസിലായിരിക്കും. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ മറ്റെല്ലാ കൺട്രോൾസും കാര്യങ്ങളും ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കൺട്രോൾസും കൈകാര്യം ചെയ്യുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് ഏരിയാസിൽ നിന്നായിരിക്കും. അവിടുത്തെ കമാൻഡ്സ് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും റെഗുലേഷൻസ് ഒക്കെ ഇവിടെ സ്ഥാപിക്കും അല്ലെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഹെഡ്ക്വാർട്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തയ്യാറാക്കിയിരിക്കും. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഹെഡ്ക്വാർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് അതിനു വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കണം.
ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതില് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്സ് അല്ലെങ്കിൽ വെക്കേറ്റീവ് ഫ്യൂ റൂംസുകളൊക്കെ അത് ഏരിയാസ് കണ്ടെത്താൻ ഹെഡ് ക്വാർട്ടേഴ്സ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ ചില ഭാഗങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ചില റൂംസുകൾ നമ്മൾ വെക്കേറ്റ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു ടെമ്പററി പർപ്പസ്, ടെമ്പററി ഷെൽട്ടർ എന്ന പോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പുറത്തായിട്ട് ഇങ്ങനെ ടെന്റ് ഒക്കെ കെട്ടി കണ്ടിട്ടില്ലേ, നമ്മൾ ടെന്റുകൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഒരു ടെമ്പററി പർപ്പസസിന് വേണ്ടി മാത്രമായിട്ട് തയ്യാറാക്കുന്നത്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ചാനലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ തന്നെ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് മാനേജ് ചെയ്യാനായിട്ട് എല്ലാ സംവിധാനങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് എന്താണ് ടെന്റ് പോലുള്ള മറ്റ് ടെമ്പററി സർവീസസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഒരു സ്പേസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിലാണ് നമ്മൾ ടെമ്പററി ഷെൽട്ടേഴ്സുകൾ ഉപയോഗിക്കും. ഓക്കെ, അതായത് ഈ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെയാണ് കൺട്രോൾ റൂംസ് ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. The control room should be situated near the existing admission and registration point for the patient. This is also where the first sorting of casualties will take place. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സിന് തൊട്ടടുത്ത് തന്നെയായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടൊരു എന്തുണ്ടായിരിക്കും, കൺട്രോൾ റൂം ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻസിന്റെ അഡ്മിഷൻസിന്റെ അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ഒരു കൺട്രോൾ റൂംസിൽ വരുന്നത്. അതായത് ഫസ്റ്റ് സോർട്ടിംഗ് പ്രോസസ്സുകളും കാര്യങ്ങളും നടക്കുന്നത് എവിടെയാണ്, ഈ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ കൺട്രോൾ റൂംസിന്റെ അടുത്ത് തന്നെ ആയിരിക്കും എന്ത് നടക്കുന്നത്, പേഷ്യൻസിന്റെ ഫസ്റ്റ് സോർട്ടിംഗ്, ഫസ്റ്റ് ഡിവൈഡിങ് പ്രോസസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു മെയിൻ ഏരിയയിലായിരിക്കും കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കാവോ. ഓക്കെ, കേൾക്കാമോ? യെസ്, ഓക്കെ. അപ്പൊ ഈ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്തുള്ള കൺട്രോൾ റൂമിലാണ് പേഷ്യൻസിന്റെ ബാക്കി ഫസ്റ്റ് സോർട്ടിംഗ് പ്രക്രിയകളൊക്കെ ആരംഭിക്കുന്നത് കേട്ടോ. യെസ്, ഇനി അടുത്തത് വരുന്നത് സഫിഷ്യന്റ് സ്പേസ് ഷുഡ് ബി അലോക്കേറ്റഡ് ഫോർ ദ ഫോളോയിങ് ഒഫീഷ്യൽസ്. ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിയമിച്ചിരിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് എന്താണ് ഒരു സപ്പോർട്ടിംഗ് പ്ലേസസ് നമ്മൾ നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏതൊക്കെ ഒഫീഷ്യൽസ് ആണ്, ഏതൊക്കെ ഒഫീഷ്യൽ സ്റ്റാഫുകളാണ് ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ.
ആരൊക്കെയാണ്? മെഡിക്കൽ ഡയറക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ്, സ്റ്റോർസ് ആൻഡ് സപ്ലൈ ഓഫീസർ, കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ, ട്രാൻസ്പോർട്ടേഷൻ ഓഫീസർ, hospital keeping and sanitation officer, security control officer and a housing officer. ഓക്കെ, നമ്മുടെ ഡിസാസ്റ്റർ കമ്മിറ്റീസിലെ കുറച്ച് ഉദ്യോഗസ്ഥരെ പഠിച്ചില്ല. അതേപോലെ തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത്. ഈ പേരുകൾ പഠിക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഡിസാസ്റ്റർ ഹെഡ് ക്വാർട്ടേഴ്സ് മെമ്പേഴ്സ്, ഒഫീഷ്യൽ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് പഠിക്കണം. മെഡിക്കൽ ഡയറക്ടർ മുതൽ നഴ്സിംഗ് ഓഫീസേഴ്സ് വരെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ എന്താണ് ഡിസാസ്റ്റർ അലേർട്ട് കൊടുക്കണം. അതായത് ദുരന്തം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് നമ്മളെ മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. അല്ലെ, ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടതുണ്ട്. ഡിസാസ്റ്റർ ലെറ്റർ ഇഷ്യൂ ചെയ്യേണ്ടത്, ദുരന്ത മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹോസ്പിറ്റൽ ഉദ്ദേശിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ കീപ്പിംഗ് ഉദ്ദേശിക്കുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സിനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ ആരാണ് അലർട്ടേഷൻ കൊടുക്കുന്നത്, ഡിസാസ്റ്ററിന്റെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്? അനൗൺസ് ചെയ്യുന്നത് ആരാന്നാ പഠിച്ചത് നമ്മൾ ഡിപ്ലോമയില്? ഓർമ്മയുണ്ടോ? ടെലിഫോൺ ഓപ്പറേറ്റർ ആണോ? അല്ലേ? ഇല്ല, പിള്ളേരെ മറന്നുപോയി നിങ്ങള്. ഡോക്ടർ മേജർ എന്ന കോഡൊക്കെ പുറപ്പെടുവിക്കുന്നത് എവറി 30 മിനിറ്റ്സിന്റെ ഇടയിൽ 3 സെക്കൻഡ്സില് മറന്നുപോയി. ഓക്കെ, the method of alerting everyone about the emergency status should be clearly defined and understood by all. Okay. The method of alerting everyone about the emergency status should be clearly defined and understood by all. The method could be short and crisp telephonic message from the switchboard operator, which may read something like this. Okay. അപ്പൊ അലേർട്ടേഷൻ കൊടുക്കുകയാണ്, നമ്മൾ ഈ ദുരന്തത്തിനുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ആരാണ് കൊടുക്കുന്നത്? ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരിക്കും അല്ലെ? യെസ്. അതായത് ഒരു ഷോർട്ട് മെസ്സേജ് ആണ് ശരിക്കും അദ്ദേഹം പാസ് ചെയ്യുന്നത്. എന്താണ് ആ മെസ്സേജിൽ പറയുന്നത്? ദിസ് ഈസ് എ disaster alert. I repeat, this is a disaster alert. Okay, നോക്കൂ, എന്താണ് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത്? എന്താണ്? This is a disaster alert. ഇത് ഡിസാസ്റ്റർ അലേർട്ട് ആണെന്ന് റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം എന്താണ് അദ്ദേഹം അനൗൺസ് ചെയ്യും. ഓക്കെ, മാത്രമല്ല അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? I have been directed by the director of medical superintendent അല്ലെങ്കിൽ chairman to inform you that due to the occurrence of an earthquake at the hospital disaster plan is likely to be activated. Please be prepared. അപ്പോ ആരുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത്? അതല്ലെങ്കിൽ ചെയർമാൻ ആണോ മെഡിക്കൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു അലേർട്ടേഷൻ ഞാൻ കൊടുക്കുന്നതെന്ന് ആര് പറയും? ഓപ്പറേറ്റർ പറയും അല്ലെ? 2-3 പ്രാവശ്യത്തിൽ റിപ്പീറ്റ് ചെയ്ത് പറയും. മാത്രമല്ല എന്ത് സിറ്റുവേഷൻ ആണ്, എർത്തിലേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണ് അതിനനുസരിച്ചിട്ട് ആ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും പ്രിപ്പയർഡ് ആവുക എന്ന് ആരാണ് അനൗൺസ് ചെയ്യുന്നത്? ടെലിഫോൺ ഓപ്പറേറ്റർ ആണ്. ആരുടെ നിർദ്ദേശപ്രകാരം? ചെയർമാന്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഈ ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആദ്യം കൊടുക്കുന്ന ദുരന്ത മുന്നറിയിപ്പ്.
Okay. Yes. Yes. ആശുപത്രിയുടെ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്, അനൗൺസ്മെന്റ് ചെയ്യുന്നത് ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് അദ്ദേഹം. ആ ഒരു അലേർട്ട് പറയുന്ന പേരെന്താണെന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ദിസ് ഈസ് എ ഡിസാസ്റ്റർ അലേർട്ട് എന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചിലർ ചോദിച്ചിട്ടുണ്ട് അനൗൺസ്മെന്റിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. അനൗൺസ്മെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്, അവരോട് ദയവായി എല്ലാവരും പ്രിപ്പയർഡ് ആവാൻ കൂടി, എല്ലാവരും തയ്യാറാകാനും കൂടി അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇൻഫോർമേഷൻ കൊടുക്കുന്നത്, എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മൊത്തത്തിലാണോ നമ്മൾ ഈ അനൗൺസ്മെന്റ് എടുക്കുന്നത് ഈ ഒരു സമയത്ത്? ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അറ്റ് ദിസ് സ്റ്റേജ് the alert should be communicated only the heads of units and head of administrative service. നമ്മൾ ഈ അനൗൺസ്മെന്റ് ഫസ്റ്റ് പുറപ്പെടുവിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടില്ല. ആർക്കാണ്? ഏറ്റവും പ്രധാന വ്യക്തികൾ, പ്രത്യേകിച്ച് ഓരോ യൂണിറ്റ്സിലും, ഓരോ ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ്സിലെ ഹെഡ്സും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലുള്ള ഹെഡ്സിനും അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, അവരെ പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുന്നത്. അല്ലാതെ ഹോസ്പിറ്റൽ മൊത്തത്തിലല്ല നമ്മൾ ഈ അനൗൺസ്മെന്റ് ചെയ്യുന്നത് കേട്ടോ. ഓരോ സ്പെസിഫിക് യൂണിറ്റ്സിലെ യൂണിറ്റ് ഹെഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അനൗൺസ്മെന്റ് ആദ്യം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ആദ്യം നടത്തുന്നത്. A roster of such personnel who have to be alerted should be readily made available with the switchboard operator for this. ഇനി ഇവിടെ എന്താ പറയുന്നത്? അപ്പോ ആരെയൊക്കെയാണ് അറിയിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഈ ടെലിഫോൺ ഓപ്പറേറ്ററുടെ കയ്യിൽ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്ററുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അതായത് ഏതൊക്കെ മേധാവികളെയാണ് അദ്ദേഹത്തിന് അറിയിക്കേണ്ടത്, അതിനനുസരിച്ചുള്ള ഒരു ലിസ്റ്റും കൂടി ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനൗൺസറുടെ കയ്യില്, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെലിഫോൺ ഓപ്പറേറ്ററുടെ കയ്യിൽ എന്താണ്, ഏതൊക്കെ ഹെഡ്സിനെയാണോ നമ്മൾ അറിയിക്കേണ്ടത് അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് ഹോസ്പിറ്റൽ അപ്പാടെ അല്ല എന്ത് കൊടുക്കുന്നത്, ആ ഒരു അനൗൺസ്മെന്റ് കൊടുക്കുന്നത് പ്രധാനപ്പെട്ട യൂണിറ്റ്സ് ഹെഡുകൾക്ക് മാത്രമായിരിക്കും കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും ലിസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ആരൊക്കെയാണ് അവരുടെ പേരുകൾ കാര്യങ്ങളൊക്കെ എന്താണ് ഈ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ കയ്യിൽ ലഭ്യമായിരിക്കണം. Then, needless to add, the director of hospital administration should be available on the telephone all times. If that hospital has a radio paging system, this information could be disseminated through the system. Okay, ഇവിടെ പറയുന്നത് എന്താണ്? Needless to add, the director of hospital administrator should be available on telephone at all times. Yes, അപ്പൊ നമ്മള് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, പ്രത്യേകിച്ച് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഏരിയാസിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ ഓഫീസർ, പേജിംഗ്, ഹോർട്ടിങ്സ്, അല്ലെ പേജിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളല്ലേ നമ്മള്? പേജിംഗ് ഓർമ്മയുണ്ടോ? കമ്മ്യൂണിക്കേഷൻ സർവീസ് എക്സ്ചേഞ്ച്, ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയാസില് എന്നാണ് അല്ലെ? ഓക്കെ, അപ്പോ ടെലിഫോൺ ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അദ്ദേഹം ടെലിഫോണിൽ എപ്പോ വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് വിവരങ്ങളെല്ലാം തന്നെ കൈമാറുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് എല്ലാം തന്നെ കൈമാറുന്നതിന് വേണ്ടിയിട്ട് എപ്പോ വേണമെങ്കിലും എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൾ ടൈംസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിലൂടെയാണ് മറ്റ് ഇൻഫർമേഷൻസ് എല്ലാത്തിലും നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. This disaster alert is to be used to make provision for. ഇനി നമ്മൾ ഈ അലേർട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാല്, അതായത് പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനപ്പെട്ട യൂണിറ്റ് ഹെഡ്സിലേക്ക് നമ്മൾ ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അലേർട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാലായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇനി പറയുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. ഇനി പറയുന്ന രീതിയിൽ അലേർട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കുറച്ച് പ്രൊവിഷൻസ് ആണ് ഇനി പറയേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന്, halting of routine surgeries, conclusion of surgeries going on, and transfer of such post operative cases elsewhere. അതായത് നമ്മൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണേ, ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രൊവിഷൻസിൽ ഫസ്റ്റ് വരുന്ന എന്താണ്?
halting of routine surgery. എന്താണ് halting of routine surgery എന്ന് പറയുന്നത്? routine സർജറിയിൽ ആ ഹോസ്പിറ്റൽ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ സർജറികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നമ്മള് നിർത്തലാക്കണം. എന്തുകൊണ്ടാണ്? ഇവിടെ എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചിലവർക്കൊക്കെ ചില പേഷ്യൻസ് നമ്മൾ ഡേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന ദിവസം സർജറി നടത്താനെന്ന് പറഞ്ഞ ഡേറ്റ് ഫിക്സ് ചെയ്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ റുട്ടീൻ സർജറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത്തരം പ്രോഗ്രാംസ് നമ്മൾ നിർത്തലാക്കണം. ഇത്തരം സർജറീസുകൾ നടത്താൻ പാടില്ല ആ ഒരു സമയത്ത്. പിന്നെന്താണ്? കൺക്ലൂഷൻ ഓഫ് സർജറീസ് ഗോയിങ് ഓൺ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് സച്ച് പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസസ് എൽസ്വെയർ. പിന്നെ എന്താ പറയുന്നത്? മറ്റ് കേസസുകൾ, അതായത് ഒന്നില്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സർജറികൾ എത്രയും പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് മറ്റെവിടെയെങ്കിലേക്ക് നമുക്ക് മാറ്റാനുള്ള കേസുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പേഷ്യൻസിന് എന്ത് ചെയ്യണം? മറ്റ് അതർ ഏരിയാസിലേക്ക്, മറ്റ് ഓപ്പറേറ്റീവ് ഏരിയാസിലേക്കോ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്കോ എന്ത് ചെയ്യണം? അത്തരം പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താണ്? നടന്നുകൊണ്ടിരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സർജറികൾ, ഏതെങ്കിലും ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന സർജറികൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിർത്തലാക്കുക. പിന്നെന്താണ്? ഇതിൽ മറ്റ് സർജറികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് സർജറികൾ എന്ത് ചെയ്യണം? മറ്റ് പേഷ്യൻസിനെ നമ്മൾ അതർ ഫെസിലിറ്റിയിലേക്കോ അനദർ ഹോസ്പിറ്റലിലേക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ മറ്റ് പേഷ്യൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർജറിക്കലായിട്ട് ഇത്തരം പ്രോസസ്സുകളിൽ കുറച്ച് മാറ്റം നമ്മൾ വരും. ഓക്കെ, ഇത് അലേർട്ടേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ദുരന്ത മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റേണ്ട കുറച്ച് വ്യവസ്ഥകളാണ്. ഓക്കെ, പ്രത്യേകിച്ച് സർജറീസുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇപ്പൊ ആ എമർജൻസി സിറ്റുവേഷൻസിൽ അപകടങ്ങൾ പറ്റിയ പേഷ്യൻസ് ഉണ്ടാകും. അത്രയും വരുന്ന പേഷ്യൻസ് നമുക്ക് എത്രയും പെട്ടെന്ന് തിയേറ്റേഴ്സിലേക്ക് കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് എന്താണ്? അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ആ ഒരു സമയത്ത് ആളുടെ കണ്ടീഷൻ ചിലപ്പോൾ മോശമായിരിക്കും. എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പ്ലാൻ ചെയ്ത സർജറിക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് മാത്രം മാറ്റി വെച്ചിട്ട് വന്ന ആൾക്ക് പ്രയോറിറ്റി കൊടുക്കാനാണ് ആ സമയത്ത് നോക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, പിന്നെ അടുത്ത പ്രൊവിഷൻ എന്താണ്? ക്ലിയറിംഗ് ഓഫ് സർജിക്കൽ വാർഡ്സ് ആൻഡ് വാർഡ്സ് ഓഫ് അതർ സ്പെഷ്യലിസ്റ്റ് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് മൊബൈൽ പേഷ്യൻസ് ആൻഡ് പേഷ്യൻസ് നോ ലോങ്ങർ റിക്വയറിംഗ് അർജന്റ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്. എന്തൊക്കെ ക്ലിയർ ചെയ്യണമെന്നാണ് പറയുന്നത്? ഇനി നമ്മള് സർജിക്കൽ വാർഡ്സുകൾ അല്ലെങ്കിൽ സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യണം? സർജിക്കൽ വാർഡ്സുകളും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ആവശ്യമില്ലാത്ത കുറെ രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ, മൊബൈൽ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ വന്ന് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്? ആ ഏരിയാസ് നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക. ഓക്കെ, യെസ്. പിന്നെ എസ്റ്റാബ്ലിഷിംഗ് അഡീഷണൽ എമർജൻസി ബെഡ്സ്. എന്ത് ചെയ്യണം? അടിയന്തരമായിട്ടുള്ള ബെഡ്സ് അവൈലബിലിറ്റീസ്, ബെഡ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. യെസ്, എന്തുകൊണ്ടാണ്? നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടിയന്തര കിടക്കുകൾ കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ ഇൻഫോർമേഷൻ സെന്റർ. എന്താണ്? ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻഫോർമേഷൻ സെന്റർ, എമർജൻസി സിറ്റുവേഷൻസ് മാത്രമായിട്ട് തന്നെ ഇൻഫോർമേഷൻ സെന്റർ സ്ഥാപിക്കുക. ഓക്കെ, പിന്നെന്താണ്? ചെക്കിംഗ് അപ്പ് സ്റ്റോർസ് ആൻഡ് സപ്ലൈസ്. ചെക്കിംഗ് അപ്പ് സ്റ്റോർസ് ആൻഡ് സപ്ലൈസസ്. എല്ലാ തരത്തിലും സ്റ്റോഴ്സുകളും മെഡിക്കൽ സപ്ലൈസുകളും എല്ലാം തന്നെ കൃത്യമായിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ആ ഒരു സമയത്ത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് വ്യവസ്ഥകളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്ന്, സർജറീസുമായി ബന്ധപ്പെട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന സർജറീസ് ഒക്കെ ഉണ്ടെന്നുള്ളതൊക്കെ നിർത്തലാക്കുക. ദെൻ മറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ആ സർജറിക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് വരെ മാറ്റുക. അതേപോലെ തന്നെ സർജിക്കൽ വാർഡ്സുകൾ, മറ്റ് സ്പെഷ്യലിസ്റ്റ് സർജിക്കൽ വാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്? അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ആ ഒരു സമയത്ത് മറ്റു പേഷ്യൻസിന് എന്താണ്? എമർജൻസി സിറ്റുവേഷൻസിൽ വരുന്ന പേഷ്യൻസിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കുക. പിന്നെ ഒരു എമർജൻസി ബെഡ്സുകൾ, എല്ലാ തരത്തിലും അഡീഷണൽ ആയിട്ട് എമർജൻസി ബെഡ്സിന്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. ഇൻഫർമേഷൻ സെന്റേഴ്സുകൾ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റോർസ് ആൻഡ് സപ്ലൈസസ് കൃത്യമായിട്ടുണ്ടോ എന്ന് കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എപ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? ഡിസാസ്റ്റർ അലേർട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, യെസ്, മനസ്സിലായോ? ഓക്കെ,
Next one, activation of disaster plan. Disaster plan നമ്മൾ സജീവമാക്കാൻ പോകണം അല്ലെ, ആക്ടിവേറ്റഡ് ആയി. The same method of verbal message adopted for alerting the key personnel the type switchboard operator can be followed for distributing information regarding real activation of the plan. Responsibility for the real activation of the plan should be entrusted a designated individual at the highest level, perhaps the director, hospital administrator, or the chief of the disaster committee. Okay. ഇവിടെ വീണ്ടും അതൊക്കെ തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ, അതായത് നേരത്തെ പറഞ്ഞ വെർബൽ മെസ്സേജസിലൂടെ എന്താണ് സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ആയിരിക്കുള്ളൂ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഒരു ഡിസാസ്റ്റർ ആക്ടിവേറ്റിംഗ് കമ്മിറ്റിയിൽ തന്നെ പ്രധാനമായിട്ട് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കുള്ളൂ ഉണ്ടായിരിക്കും. ഏറ്റവും ഹയസ്റ്റ് ലെവലുള്ള മെഡിക്കൽ പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കുള്ളൂ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കും. ആരൊക്കെയാണ്? ഒന്ന് ഡയറക്ടർ ഉണ്ടായിരിക്കും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ അല്ലെങ്കിൽ ചീഫ് ഓഫ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി. ഇവരാരെങ്കിലൊക്കെ ആയിരിക്കുള്ളൂ ഡിസാസ്റ്റർ പ്ലാൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടല്ലേ, കീ ഇൻഡിവിജ്വൽസ് അല്ലെ കീ പേഴ്സണൽസ് ആയിരിക്കുള്ളൂ സ്പെസിഫിക് ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്കുള്ള പ്ലാൻസുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കുള്ളത് ചീഫ് ഡിസാസ്റ്റർ കമ്മിറ്റിയിലെ അംഗങ്ങളോ ആരെങ്കിലും സ്റ്റാഫ് ആയിരിക്കുള്ളൂ ആ പ്ലാൻസ് ആ സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് കാഷ്വാലിറ്റി കേസസുകളാണ് അല്ലെ. വരുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? അപകടത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മറ്റ് പ്രക്രിയ അവിടെ ആരംഭിക്കുകയാണ് അല്ലെ. റിസപ്ഷൻ ആൻഡ് സോർട്ടിംഗ് ഏരിയ ഷുഡ് ബി allocated for the receipt of casualties. Their preliminary sorting out carried out by nature of injuries or illness. Okay, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, നമ്മൾ വരുന്ന പേഷ്യൻസിനെ ജസ്റ്റ് ഒരു പ്രിലിമിനറി സോർട്ടിംഗ് ഔട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാം. ഒരുപാട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് ഫസ്റ്റ് ഒരു പ്രിലിമിനറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടായിരിക്കും. അതായത് അവരുടെ നേച്ചർ ഓഫ് ഇഞ്ചുറീസും ഇൽനെസ്സും നോക്കിയിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഒരു പ്രിലിമിനറി സോർട്ടിംഗ് ഔട്ട് അല്ലെങ്കിൽ ഡിവൈഡിങ് പ്രോസസ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനൊക്കെ തന്നെ എന്താ നമുക്ക് ലാർജ് ആയിട്ടൊരു ഏരിയാസ് ആവശ്യമുണ്ട് അല്ലെ. അതായത് എക്സ്പെക്ടഡ് മെമ്പർ ഓഫ് ആയിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത്. അതിനാൽ തന്നെ എന്താണ് ട്രയേജ് ഏരിയക്കും നമുക്ക് എന്താണ് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഇനഫ് സ്പേസസ് ആവശ്യമാണ് അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര പേഷ്യൻസിനേക്കാൾ കൂടുതലൊക്കെ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് സോർട്ടിംഗ് പ്രക്രിയ നമുക്ക് അവിടെ മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലെ. പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറയുന്നതിന് ആവശ്യമായുള്ള സ്പേസസ് നമുക്ക് വേണ്ടതാണ്. ചില സമയത്ത് എന്താണ് ഹോസ്പിറ്റലിലെ സൈസ് അതിന് ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്തേക്കാം. അതായത് ഇപ്പൊ കാഷ്വാലിറ്റി അധികം സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് അടുത്തൊരു നമ്മൾ നേരത്തെ പഠിച്ച പോലെ അതിന് വേണ്ടിയിട്ട് ട്രയേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പുറത്തൊരു സ്പേസ് നമ്മൾ അതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു ഏരിയ എമർജൻസി സർവീസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാഷ്വാലിറ്റിയിൽ പേഷ്യൻസ് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ കൂടിക്കഴിയാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെയാണ് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ത് ഹോസ്പിറ്റലിലെ പ്രിമൈസസിലെ ഹോസ്പിറ്റലിലെ ചുറ്റുപാടുള്ള മറ്റു പ്രദേശത്ത് എന്താണ് ട്രയേജിന് വേണ്ടി സ്പെസിഫിക് ഏരിയാസുകളും മറ്റു ഏരിയാസുകളും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അതായത് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസസിലായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല ചിലപ്പോൾ നമുക്ക് സെക്കൻഡറി ട്രയേജസും ആവശ്യമാണ്. എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ പ്രിലിമിനറീസ് സോർട്ട് ഔട്ട് പേഷ്യന്റിനെ നമ്മൾ ചെയ്തു അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന പേഷ്യന്റിനെ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്തു, അതിനുശേഷം അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് അതിനനുസരിച്ച് പിന്നെയും അതിനുശേഷം എന്താണ് സെക്കൻഡറി ട്രയേജ് ഉണ്ടാവാം അല്ലെ. ചിലപ്പോൾ ആ പേഷ്യൻസിന്റെ നില ഗുരുതരമാകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു സെക്കൻഡറി ട്രയേജ് നമുക്ക് അവൈലബിൾ ആയിട്ട് വേണ്ടി വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ് ഇനഫ് ആയിട്ടൊരു സ്പേസ് ആണ് അവിടെ ആദ്യം അത്യാവശ്യം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പുറത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ചുറ്റും തന്നെ എന്താണ് മറ്റൊരു ട്രയേജ് ഏരിയാസ് കൂടി നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഈ ഏരിയയിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ഏരിയ ഷുഡ് അലോ ഫോർ റെന്റേഷൻ, segregation and basic documentation of incoming casualties. The sorting staff should be managed and supervised by an experienced physician or surgeon.
ഇനി നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മറ്റ് ട്രയേജ് ഏരിയാസിൽ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? അപകടത്തിൽപ്പെടുന്ന പേഷ്യൻസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വിവരങ്ങൾ സൂക്ഷിക്കുന്നു. പിന്നെന്താണ്? ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? വേർതിരിച്ചെടുക്കുന്നു. പിന്നെന്താണ്? അടിസ്ഥാന രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടി അവിടെ ഒരു പ്ലേസ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് അപകടത്തിൽപ്പെട്ട് വരുന്ന ഈ പേഷ്യൻസ് നമ്മൾ ട്രയലേജ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ എന്താണ്? പേഷ്യൻസിന്റെ മറ്റ് റെൻഡേഷൻ പ്രോസസ്സുകൾ അല്ലെങ്കിൽ അവരുടെ എല്ലാ വിവരങ്ങളും നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ഒരു ഡോക്യുമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാം ശേഖരിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? പ്രത്യേകമായിട്ടൊരു സ്പേസും കൂടി അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി ഈ ഒരു അവിടെ നടക്കുന്ന ഒരു സോർട്ടിംഗ് പ്രക്രിയയിൽ പ്രധാനമായിട്ടും ആരൊക്കെ ഉണ്ടായിരിക്കണം? സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യനോ സർജനോ ആയിരിക്കണം ആ സോർട്ടിംഗ് സ്റ്റാഫ് പ്രക്രിയയിൽ സോർട്ട് ചെയ്യുന്ന പ്രക്രിയയിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. യെസ്. പ്രിലിമിനറി ആണെങ്കിലും സെക്കൻഡറി ട്രയലേജസ് ആണെങ്കിൽ കൂടി എന്താണ്? അവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർജൻസും അല്ലെങ്കിൽ ഫിസിഷ്യനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയായിരിക്കണം അവിടെ സോർട്ട് ഔട്ട് പ്രക്രിയ കൈകാര്യം ചെയ്യുന്നത്. കേട്ടോ? മനസ്സിലായോ പറഞ്ഞത്? ഇനി ഈ ഏരിയാസിൽ നമുക്ക് പ്രധാനമായിട്ടും എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും സപ്ലൈസുകളും മറ്റ് അപ്പാരറ്റസ് നിർദ്ദേശിച്ച ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെ എന്താണ്? നമുക്ക് പെട്ടെന്ന് തന്നെ അതായത് വരുന്ന പേഷ്യൻസിന് നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്ത് മാറ്റണമെങ്കിൽ അവിടെ എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും എല്ലാ സപ്ലൈസും റിസോഴ്സും ആവശ്യാനുസരണം ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ പേഷ്യൻസിനും അത് കൊടുത്ത് മാറ്റി അടുത്ത പേഷ്യൻസിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രത്യേകിച്ച് ട്രയേജ് ഏരിയാസുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലകളിൽ ആവശ്യത്തിനുള്ള എന്തുണ്ടായിരിക്കണം? എക്യുപ്മെന്റ്സുകളും സപ്ലൈസുകളും അപ്പാരറ്റസും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം, അത് ലഭ്യമായിരിക്കണം. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പ്രക്രിയകള് ഇപ്പൊ ഫസ്റ്റ് ഒരു പേഷ്യന്റ് ഒരു റിസപ്ഷൻ സെന്റർ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രക്രിയയിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പേഴ്സൺസ് ആരൊക്കെയാണ്, എന്തൊക്കെ ടാസ്കുകളാണ് അവരോട് ചെയ്യുന്നതെന്നാണ് ഈ ഒരു പോയിന്റ് ഔട്ട് ചെയ്തിവിടെ പറഞ്ഞിരിക്കുന്നത്. ടാസ്ക് അറ്റ് റിസപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വരുന്ന പേഷ്യൻസിന്റെ നമ്മൾ എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടാസ്ക് അറ്റ് റിസപ്ഷനിൽ വരുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഒന്ന് ഡോക്ടർ അൻവാർസി എന്നങ്ങനെ ഒരു കോഡ് പോലെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഒരു ഡോക്ടറാണ് വരുന്നെങ്കിൽ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ടാസ്ക് എന്താണ്? പ്രയോറിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. പ്രയോറിറ്റി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ നമ്മൾ സിവിയറിറ്റി നോക്കിയിട്ടാണ്, കണ്ടീഷൻ നോക്കിയിട്ടാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. യെസ്, പ്രയോറിറ്റി നോക്കുന്നു, കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. രണ്ട് നഴ്സുമാരുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ഡോക്യുമെന്റേഷൻസിന് വേണ്ടിയിട്ട്. ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ വരുന്നത്? എന്ത് ഡോക്യുമെന്റ്സ് ആണ് അവിടെ ഇവർ എഴുതുന്നത്? ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ശരിക്കും പേഷ്യന്റ് കോൺഷ്യസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡോക്യുമെന്റേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കൂടെ ആരുണ്ടായിരിക്കണം? ആരെങ്കിലും അറിയാവുന്നവരോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കണം. അത് ചോദിക്കുന്ന കാര്യങ്ങൾ പേര് അല്ലെങ്കിൽ എന്താ പറ്റിയെന്നൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ എന്താണ്? ആള് കോൺഷ്യസ് ആയിരിക്കണം, അല്ലെങ്കിൽ ആളുടെ ഇൻഫർമേഷൻസ് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡോക്യുമെന്റേഷൻ പ്രോസസ് ഒരാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. പിന്നെ ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ക്ലറിക്കൽ സ്റ്റാഫ്? വാല്യുബിൾ ആർ ദ പേഴ്സൺസ് ഓഫ് ദ പേഷ്യന്റ് റീഅഷുറൻസ്. ഇനി ആ വരുന്ന പേഷ്യൻസിന്റെ കയ്യിലാണ് എന്തെങ്കിലും മറ്റ് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുന്നത്. കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് ക്ലറിക്കൽ സ്റ്റാഫിനെ ആയിരിക്കും നമ്മൾ അതിന്റെ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത്. ഓക്കെ. ഇപ്പോ എന്തെങ്കിലും ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് വാല്യുബിൾ മെറ്റീരിയൽസ് എന്തെങ്കിലും സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിലുണ്ടായിരിക്കാം അല്ലെ. അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ആ മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് ആരായിരിക്കുള്ളൂ? ക്ലറിക്കൽ സ്റ്റാഫ്സുകളായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ അതിന് വേണ്ടി ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും. പിന്നെ അറ്റൻഡൻസ്, രണ്ട് അറ്റൻഡൻസ് ആരൊക്കെയാണ്? 2 മെഡിക്കൽ കംഫർട്ട്സ് അല്ലെ. ഒന്ന് അറ്റൻഡന്റ്മാരെ അറിയില്ലേ നമുക്ക്? അറ്റൻഡേഴ്സ് ഹോസ്പിറ്റലില്. യെസ്, എന്തിനു വേണ്ടിയിട്ടാണ് അറ്റൻഡേഴ്സ് ഈ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നത്? പേഷ്യൻസിന് അതിൽ വാട്ടർ, ടീ, കോഫി, ഇൻഫർമേഷൻ ടു റിലേറ്റീവ്സ്, ഡയറക്റ്റിംഗ് ദ കാഷ്വാലിറ്റി ടു അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇനി വന്ന പേഷ്യൻസിന് എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കംഫർട്ട് ചെയ്ത് ചോദിക്കുന്നത് ആരാണ്? അറ്റൻഡേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ റിലേറ്റീവ്സിനുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതും
പിന്നെ പ്രത്യേകിച്ച് കാഷ്വാലിറ്റി മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടുള്ള നിരന്തരം ഇൻഫർമേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതും അറ്റൻഡേഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഒരു പേഷ്യന്റ് റിസപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ്, ഒരു ഡോക്ടർ പ്രയോറിറ്റി ചെക്ക് ചെയ്യും. 2 നഴ്സുമാരായിരിക്കും ഡോക്യുമെന്റേഷൻ പർപ്പസ് ചെയ്യുന്നത്. ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ആയിരിക്കും അവർക്ക് എന്തെങ്കിലും വാല്യുബിൾ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നത്. അറ്റൻഡേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യൻസിന്റെ കംഫോർട്ട്സ് ആകാം, പ്രത്യേകിച്ച് അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള വെള്ളം അങ്ങനെ ഫുഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. മറ്റ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നതും ആരായിരിക്കും, അറ്റൻഡേഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതില് ഈ ഡോക്യുമെന്റേഷൻസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതില് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മിനിമം ഡോക്യുമെന്റേഷൻസ് വരേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് അവരുടെ ജനറൽ ഡാറ്റ അല്ലെ, പേഷ്യന്റിന്റെ ജനറൽ ഡാറ്റ, പേര്, ഏജ്, സെക്സ് ഏതാണ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, ഏത് ഏജ് ആണോ എന്നുള്ളത് കൃത്യമായിട്ടുള്ളത്. പിന്നെ എന്താണ് മെഡിക്കൽ ഡാറ്റാസ്, പ്രിപ്പയർ ഇൻ പേഷ്യന്റ് കാർഡ് ഓർ ഔട്ട് പേഷ്യൻസ് കാർഡ്. ഓക്കെ, ഇനി മെഡിക്കൽ ഡാറ്റാസുമായി ബന്ധപ്പെട്ട് ഇൻപേഷ്യന്റ് കാർഡ്സ് ഔട്ട് പേഷ്യന്റ് കാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഡാറ്റാസ് ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഓൾറെഡി ആ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെ വന്ന് കാണുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി അതുമായി റിലേറ്റ് ചെയ്തുള്ള ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ജസ്റ്റ് ഒരു ഐഡിയോ നമ്പർ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, അതനുസരിച്ച് നമുക്ക് പേഷ്യന്റിനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചെക്ക് ജനറൽ കണ്ടീഷൻസ്. ജനറൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ജനറൽ കണ്ടീഷൻ പേഷ്യന്റിന്റെ അപ്പോഴത്തെ അവസ്ഥ അല്ലെ, അതായത് ചിലപ്പോ ഈ സ്പ്ലിൻസോ ടൂർണിക്കറ്റോ കിട്ടാ പേഷ്യൻസ് ആണെങ്കിൽ, സ്പ്ലിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പ്ലിന്റ് ഉണ്ടെന്ന് നമ്മൾ എപ്പോഴാണ്, എന്ത് പറ്റുമ്പോഴാണ്, സിറ്റുവേഷൻസിലാണ്, എന്ത് പറ്റുമ്പോഴാണ്. ഞാനിപ്പോ ഏകദേശം ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ. പഠിച്ചിട്ടില്ലേ സ്പ്ലിന്റ് എന്താണ്, എന്ത് സിറ്റുവേഷൻ വരുമ്പോഴാണ് സ്പ്ലിന്റ് ഇടുന്നത്? എല്ലിന് ഫ്രാക്ചേഴ്സ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അല്ലെ, അങ്ങനെ വന്ന പേഷ്യൻസ് ആണോ, അങ്ങനെ കണ്ടീഷൻസ് ഉള്ളവരാണോ, ഓൾറെഡി അപകടത്തെ പറ്റിയിട്ടുണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഫ്രാക്ചർ സംഭവിച്ചവരായിരിക്കാം അല്ലെ. അപ്പൊ അവര് ആ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ് ടർണിക്കറ്റ്, എന്താണ് ടർണിക്കറ്റ് എന്ന് പറയുന്നത്, അതെന്ത് സിറ്റുവേഷൻസിലാണ്, നമ്മുടെ ധമനിയിൽ അമർത്തിയിട്ട് രക്തം നഷ്ടപ്പെടുത്താൻ, രക്തനഷ്ടം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഓക്കെ, അപ്പൊ അത്തരം സംവിധാനങ്ങളൊക്കെ, അതായത് ഇപ്പൊ രക്തനഷ്ടം സംഭവിച്ച പേഷ്യൻസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യും. ഇപ്പൊ ഫ്രാക്ചറുകളാണെങ്കിൽ എന്താണ് സ്പ്ലിന്റ് ഇടും, ആ ഫ്രാക്ചർ എന്താണ് ഫ്രാക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്പ്ലിൻസ്, അതേപോലെ തന്നെ എന്താണ് ടർണിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ധമനികളിൽ മർദ്ദം ചെലുത്തിയിട്ടാണ് ധമനികളിൽ മർദ്ദം ചെലുത്തി നമ്മൾ സപ്പോർട്ടീവ് ഡിവൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് രക്തനഷ്ടം ഉണ്ടാവുന്ന പേഷ്യൻസ് ചില കണ്ടീഷൻസ് മാത്രമായിട്ടുള്ള പറഞ്ഞത്, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ എർത്തിയേക്ക് പോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അമിതമായ രക്തസ്രാവം വന്ന പേഷ്യൻസ് ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ശരീരത്തിൽ വീണ് അങ്ങനെ അപകടം പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് അത്ര ധമനി അമർത്തി രക്തനഷ്ടം ഒഴിവാക്കാനുള്ള ഉപകരണമൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ പ്രധാനമായിട്ട് ഇത്തരം 2 കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ഡോക്യുമെന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അതായത് ആ പേഷ്യന്റ് ഏത് തരം കണ്ടീഷനിലാണ്, എന്ത് ഡിവൈസസ് ആണ്, ഏത് രീതിയിലാണ് ആളിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജനറൽ ചെക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അഡ്മിഷൻ രജിസ്റ്ററിൽ എന്താണ് ഓൺലി പ്രിലിമിനറി ഡയഗ്നോസിസ് മാത്രമായിരിക്കും നമ്മൾ എഴുതുന്നത് കേട്ടോ. ആ വരുന്ന സമയത്ത് ആടെ കണ്ടീഷൻ എന്തായിരിക്കും അതാണ് നമ്മൾ അഡ്മിഷൻ രജിസ്റ്റേഴ്സിൽ എഴുതുന്നത്. ഇത്തരം കാര്യങ്ങളാണ് മിനിമം ഡോക്യുമെന്റേഷൻസിൽ, ആ ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഒത്തിരി കാര്യങ്ങൾ ആ സമയത്ത് രേഖപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ ആ സിറ്റുവേഷൻസിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
എന്റെ കാലിനും ഫ്രാക്ചർ പറ്റിയിരിക്കാനുള്ളേ. ഇന്നലെ നമ്മുടെ ഓഫീസിലെ ഒരു ടേബിൾ ഉണ്ട്, മരത്തിന്റെ ടേബിളാണ്. ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പോയി കാലിടിച്ചു. കാലിന്റെ എല്ലിന് പൊട്ടുണ്ട്, ചെറുവിരല് 2 പൊട്ടി ഫസ്റ്റ് ഇട്ടിരിക്കാൻ ഇന്നലെ. അപ്പൊ മുട്ടിയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷെ വൈകുന്നേരം ആയപ്പോ നന്നായിട്ട് നീരൊക്കെ വന്നു. എടുത്തപ്പോ നല്ല പൊട്ടുണ്ട്. ഇത് ആദ്യമായിട്ടൊന്നുള്ളൂ, എന്റെ എല്ലാ അവയവങ്ങളും ഒടിഞ്ഞതാണ്. 2 കൈ ഒടിഞ്ഞിട്ടുണ്ട്, 2 കാല് ഒടിഞ്ഞിട്ടുണ്ട്, തലക്ക് വരി പറ്റിയിട്ടുണ്ട്. പനിക്ക് പറ്റാത്ത ഭാഗങ്ങളൊന്നുമില്ല. ചെറുപ്പം മുതൽ ഇങ്ങനെ ഇതൊരു ക്രൈസാണ് ഒടിവുകൾ. തലക്ക് പറ്റിയത് ബാത്റൂമിൽ കല്ലടിച്ചു കൊണ്ടാണോ? അപ്പൊ എന്തുകൊണ്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ ഞാൻ അനുയോജ്യമാണല്ലേ പഠിപ്പിക്കാൻ. പല പരിക്കുകളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. യെസ്, ഇവിടെ വരെ എടുക്കുന്നില്ല കേട്ടോ. ട്രൈ ഏജന്റ് ഹോസ്പിറ്റൽ അടുത്ത ക്ലാസ് എടുക്കാം. യെസ്, ഇപ്പൊ നാളെ ന്യൂ ഇയർ ആണല്ലേ. എന്താണ് ന്യൂ ഇയർ ആയിട്ട് പരിപാടി? എന്നത്തെയും പോലെ നാളെയും ഒരു ദിവസം അല്ലെ, ഇത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ 2027-നെ 2026-നെ വരവേൽക്കാൻ പോകുന്നത്. നിങ്ങൾ നന്നാവാനൊക്കെ തീരുമാനിച്ചു എല്ലാവരും. നിങ്ങൾ ഓൾറെഡി നല്ല കുട്ടികളാണ് അല്ലെ, പിന്നെ എന്തിനാണ് ടീച്ചറെ നന്നാവുന്നത്? ആണോ? നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു തീരുമാനമൊക്കെ ചിലപ്പോ സക്സസ് ആവാറുണ്ട്, ചിലപ്പോ എന്താണ് നമ്മുടെ ചിലതൊക്കെ ഫെയിലിയർ ആയി പോവാറുണ്ട്. എന്നാലും കുഴപ്പമില്ല അല്ലെ. എന്തായാലും ഓരോ വർഷവും സങ്കടവും ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും അല്ലെ. എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ലൈഫാണ്. ഒരിക്കലും ദുഃഖവും സന്തോഷവും ഇല്ലാത്തൊരു ലൈഫ് ആർക്കും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതേപോലെ തന്നെ പക്ഷെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കല്ലേ, നല്ലത് മാത്രം എല്ലാവർക്കും ഉണ്ടാവണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഓരോ വർഷത്തെ നമ്മൾ വരവേൽക്കുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു വർഷം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു അല്ലെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ദൈവം നിറഞ്ഞ പുതുവത്സരാശംസകൾ. പിന്നെ നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day.